കുട്ടിക്കാലത്തെ ചില അമ്മൂമ്മ കഥകളില് പേടിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങൾ കാണും. അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞ് നമ്മളെ വീട്ടുകാര് ഭയപ്പെടുത്തി ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ അനുസരണ പഠിപ്പിക്കാറുണ്ട്. അതെ. പഠിപ്പിക്കാറുണ്ടാ? ഉണ്ട്. ആ. രാവിലെ എന്താ ഇന്നലെ രാത്രി വല്ല പേടിപ്പിക്കുന്ന സ്വപ്നം വല്ലോം കണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ ഒരാളെ പേടിപ്പിച്ചായിരുന്നു. ആ. ഇപ്പൊ ആ. വേറൊന്നുമല്ല. ഇന്ന് ഉം. നമ്മൾ ഭയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഉം. ഇന്ന് നാഷണൽ ഫേസ് യുവർ ഫിയർ ഡേ ആണ്. എന്നിട്ട് ഇന്നലെ പോയി ഒരാളെ അങ്ങ് പേടിപ്പിച്ചല്ലേ? പക്ഷെ ഇന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു എല്ലാം ദിവസം ഉണ്ടെന്ന്. കഴിഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. ചുമ്മാ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല. അവരോട് പറയണം. അവരിപ്പോ നമ്മളോട് പറയത്തില്ലേ, എന്റെ പേടി ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പോയി പേടിപ്പിക്കാനൊന്നും അയ്യോ! പാടില്ല. അങ്ങനെ എന്താണ് നമ്മള് ചെയ്യാറില്ല. റെസ്പോൺസിബിലിറ്റി ഒക്കെ? എന്താ ശ്രീഹരി നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ആ. ഇപ്പൊ ചിലർക്ക് പാറ്റയെ പേടിയാണ്, പല്ലിയെ പേടിയാണ്, യെസ്, എലിയെ ഫോർ എക്സാമ്പിൾ പേടിയാണെന്നൊക്കെ പറയും. അൽഫോൺസ്. ആ. എല്ലാം ബാക്കി. എന്നെ മണ്ടയിലോട്ട് അല്ല, വെക്കുന്നത് കുറച്ച് എന്തിനാ? മുമ്പ് പറഞ്ഞതല്ല. എടാ അല്ല, ഇത് എന്റെ പേടിയാ. ഇത് അയ്യോ എനിക്ക് ചെയ്യരുത്. അങ്ങനെ പേടിയൊന്നുമില്ല. അയ്യോ! പല്ലിയും പാറ്റയൊന്നും പേടിയൊന്നുമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ പേടിയുള്ളവർക്ക് കുറച്ചുകൂടെ പേടി കൊടുക്കാൻ വേണ്ടി നമ്മള് ചെറിയ രസം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കൊണ്ട് കാണിക്കുക. അല്ലെങ്കിൽ ഈ ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചിട്ട് ദേ പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുക. അവർ കാറി കൊണ്ട് കൊടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഒരു സൈക്കോ ഉണരുക. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആ. സന്തോഷങ്ങൾ കണ്ടെത്താറില്ലേ നിങ്ങൾ? അങ്ങനെയുള്ള സന്തോഷങ്ങൾ പ്ലീസ് കണ്ടെത്തരുത്. അതെ. എന്റെ അവരുടെ പേടി എന്തായിരുന്നറിയോ? ഉം. ഈ ക്യാമറയായിരുന്നു ആദ്യം. എനിക്ക് വയ്യ. ആ ക്യാമറയുടെ മുന്നിലാണ് ഇപ്പൊ ഭയമില്ലാതെ ശ്രീഹരി വന്ന് നിൽക്കുന്നത്. അപ്പൊ ഉം. നമ്മള് നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ആ ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക. ഉം. പലതരത്തിലുള്ള ഭയങ്ങളുണ്ടല്ലേ എല്ലാരോടും ശ്രീഹരി? എക്സ്പോസ് ചെയ്യല്ലേ? അതെ. നമ്മുടെ പ്രശ്നങ്ങൾ ഇതാണ് എന്നുള്ളതൊന്ന് പറയുക. എനിക്കിന്നത് പേടിയാണ്. നിങ്ങള് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെ ഒന്ന് അതെ. ഒഴിവാക്കിയേക്ക. എനിക്ക് അതിനൊരു മടി വെള്ളം വേണ്ട. പേടിയാണ്. ഉം. ഉം. തീ പേടിയാണ്. പിന്നെ ആക്സിഡന്റ്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ പിന്നീട് ആ ഒരു ട്രോമ ഇങ്ങനെ ഉള്ളിൽ കിടക്കും. പിന്നെ പരീക്ഷാ പേടി, ഉം. ചില ആളുകൾ നമുക്ക് സംസാരിക്കാൻ പേടി. അങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തരത്തിലുള്ള ഭയത്തിലൂടെ കടന്നു പോകുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി അഥവാ നിങ്ങളും അങ്ങനെയുള്ള ഭയത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ചിന്തിക്കുക. എന്നിട്ട് പെരുമാറുക. യെസ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഡ്രൈവ് ആണ്. കൂടെയുള്ളത് അൽഫോൺസും ശ്രീഹരി.